നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയതിന് പിന്നാലെ തിരുവനന്തപുരത്തുണ്ടായ നാടകീയ സംഭവങ്ങളും CPM കോട്ടയായ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ആ വമ്പന്മാരെ മുട്ടുകുത്തിച്ച യുവ IPS ഉദ്യോഗസ്ഥനെയും മലയാളി അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ ആളത്ര പോരാ, ലാത്തി വീശിയില്ലെന്ന് വിമർശിക്കുകയും ചെയ്ത അതേ തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ തപോഷ ബസുമാതാരി അന്വേഷണ ഏജൻസിയായ NIA പോവുകയാണ്. ഡെപ്യൂട്ടേഷനിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് പോകുന്ന തപോഷ് ബസുമാതാരിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമനം നൽകിക്കഴിഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കൊടുംക്രിമിനലുകളെ പിടിക്കാൻ പാർട്ടി ഓഫീസിന്റെ പടിവാതിൽക്കൽ വന്ന് നേതാക്കൾ തുറച്ചു നോക്കിയിട്ടും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ വാശി ജയിച്ച സിംഹക്കുട്ടിയുടെ NIA പ്രവേശനം ഇപ്പോൾ സൈബർ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ ഇഡി റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഉദ്യോഗസ്ഥരെ ഒരു സംഘം സഖാക്കൾ ചേർന്ന് തെരുവിൽ വെച്ച് ആക്രമിച്ചത് വലിയ നാണക്കേടായി മാറിയിരുന്നു. ദേശീയ തലത്തിൽ നാണം കെട്ടതോടെ പ്രതികളെ എത്രയും പെട്ടെന്ന് പൊക്കാൻ സിറ്റി പോലീസ് തീരുമാനിച്ചു. പ്രതികൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് DCP തപോഷ് ബസുമതാരിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് പട അങ്ങോട്ട് ഇരച്ചെത്തിയത്. എന്നാൽ പാർട്ടി ഓഫീസിന് മുന്നിൽ മുൻ മന്ത്രിമാരും MLA-മാരും ഡസൻ കണക്കിന് അണികളും അണിനിരന്ന് പോലീസിനെ തടഞ്ഞു. ഭരണഘടന അനുസരിച്ച് പാർട്ടി ഓഫീസിൽ കയറ്റില്ല, തെളിവ് വേണമെന്നായി നേതാക്കൾ. എന്നാൽ ഒട്ടും പതറാതെ DCP തപോഷ് കൃത്യമായ തെളിവുകൾ നേതാക്കളുടെ മുഖത്തേക്ക് വലിച്ചു കൊടുത്തു. അതോടെ പോലീസ് മാറി നിൽക്കൂ, പ്രതികളെ ഞങ്ങൾ ഇറക്കിത്തരാമെന്ന് നേതാക്കൾ കെഞ്ചിയെങ്കിലും അത് പറ്റില്ല, ഞങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും തപോഷ് കട്ടായം പറഞ്ഞു. ഒടുവിൽ യുവ IPS ഉദ്യോഗസ്ഥന്റെ അസാധ്യമായ വാശിക്ക് മുന്നിൽ സഖാക്കൾക്ക് കളി മാറ്റേണ്ടി വന്നു. പ്രതികളെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ നേതാക്കൾ നോക്കി നിൽക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അന്ന് സോഷ്യൽ മീഡിയയിൽ പലരും തപോഷിനെതിരെ രംഗത്തെത്തിയിരുന്നു. അക്രമം കണ്ടിട്ടും ലാത്തി വീശിയില്ലെന്നും ആള് പാവമാണെന്നുമായിരുന്നു വിമർശനം. എന്നാൽ ചോരപ്പുഴ ഒടുക്കാതെ ക്രമസമാധാനം തകരാതെ അതീവ ശാന്തനായ അസൽ ബുദ്ധി പ്രയോഗിച്ച കാര്യം സാധിച്ച തപോഷിനെ അനുകൂലിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ രംഗത്തെത്തിയിരുന്നു. അസാം ഗുവാഹത്തി സ്വദേശിയായി ഇദ്ദേഹത്തിന്റെ പേര് വെച്ച് പോലീസും ബംഗാളിയോ എന്ന് ചില വിവരദോഷികൾ ട്രോളിയെങ്കിലും അതൊന്നും ഈ 2019 ബാച്ച് IPS ഉദ്യോഗസ്ഥനെ ബാധിച്ചതേയില്ല. യഥാർത്ഥത്തിൽ തപോഷ് ബസുമതാരി എന്ന പേര് കേരളം ഇതാദ്യമായി കേൾക്കുന്നത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരന്മല ഉൾപ്പെട്ട ദുരന്തത്തിന്റെ സമയത്താണ്. കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് SP ആയിരുന്ന തപോഷ് സ്വന്തം ജീവൻ പണയം വെച്ചാണെന്ന് ദുരന്തഭൂമിയിലെ ചെളിയിലും മലവെള്ളപ്പാച്ചിലും മനുഷ്യരെ രക്ഷിക്കാൻ മുൻനിരയിൽ നിന്നത്. കാക്കിക്കുള്ളിലെ റിയൽ ഹീറോയുടെ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു. മുൻപ് വയനാട് SP ആയിരിക്കെ തന്റെ ഓഫീസ് സന്ദർശിക്കാൻ എത്തിയ പാവപ്പെട്ട ഗോത്രവർഗ വിദ്യാർത്ഥികളെ സ്വന്തം IPS കസേരയിൽ ഇരുത്തി അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത തപോഷിന്റെ വലിയ മനസ്സും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. കൽപ്പറ്റയിലും ഇരുട്ടിയിലും ASP-യെയും പിന്നീട് വയനാട് ജില്ലാ പോലീസ് മേധാവിയെയും തിളങ്ങിയ ശേഷമാണ് തപോഷ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തലസ്ഥാന നഗരിയിലെ ഗുണ്ടാ മാഫിയകളെയും ലഹരി സംഘങ്ങളെയും വിറപ്പിച്ച ശേഷമാണ് ഈ 30-കാരൻ ഇപ്പോൾ NIA-യുടെ ഡൽഹി ആസ്ഥാനത്തേക്ക് വണ്ടി കയറുന്നത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തീവ്രവാദ കേസുകളും വലിയ സാമ്പത്തിക തട്ടിപ്പുകളും അന്വേഷിക്കുന്ന NIA-യിൽ എത്തുന്നതോടെ തപോഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചുവടുവെപ്പായി ഇത് മാറും.